ഹായ്, നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മാത്രം അകലത്തിലായി കുഴുവേലിപ്പടിയിൽ ബസ് റൂട്ടിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറി ഒരു മനോഹരമായിട്ടുള്ള എല്ലാ പ്രൊജക്റ്റുള്ള ഒരു വീട്. 4 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1900 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം വീട്. എൻ്റെ പുറകിലുള്ള ഈ വീടിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഈ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ചെറിയൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എ ടൈപ്പ് സ്ട്രക്ചർ കാണാം. ഇവിടെ വലിയ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അവിടെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിൽ വർക്കുകളാണ് വരുന്നത്. ഈ സെൻറ്റർ ഭാഗത്ത് ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നതായി കാണാം. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വീടിന് വരുന്നത്. വീടിൻ്റെ മതിൽ ഇതാണ്. ഒരു സ്ക്വയർ ടൈപ്പ് ഡിസൈൻ മതിലിൽ വരുന്നുണ്ട്. അവിടെ 2 LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായി വരുന്ന റോഡ് ഇതാണ്. ഏകദേശം 5 മീറ്റർ വിടുത്തുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. നല്ലൊരു കമ്മ്യൂണിറ്റിയിലാണ് വീട് വരുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 150 മീറ്റർ മാത്രമാണ് ദൂരം. KME എഞ്ചിനീയറിംഗ് കോളേജും തേവയ്ക്കൽ വിദ്യോദയ സ്കൂളും എല്ലാം വീടിനോട് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 6 കിലോമീറ്ററാണ് ദൂരം. ഇവിടെ 2 ഗേറ്റ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ് ഗേറ്റാണ് വീടിന് വരുന്നത്. GI ഷീറ്റും സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ട് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഫോൾഡിങ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. കയറി വരുന്നത് വീടിൻ്റെ മുറ്റത്തേക്കാണ്. മുറ്റത്തേക്ക് വരുമ്പോൾ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ സിന്തറ്റിക് ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്ത് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കിണർ വരുന്നത് ഇവിടെയാണ്. കിഴക്കോട്ട് ദർശനമാണ് വീടിന് വരുന്നത്. അതുപോലെ വടക്ക് കിഴക്കേ മൂലയിലാണ് കിണർ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ. വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. വലിയ വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട്. നമുക്ക് 5-6 കസേരകളൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് അവിടെ സ്റ്റെപ്പുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് വിൻഡോയാണ് വരുന്നത്. ഇവിടെ മെയിൻ ഡോർ മഹാഗണി വുഡിലാണ് നൽകിയിരിക്കുന്നത്. കട്ടിളകളെല്ലാം ആഞ്ഞിലിയിലും നൽകിയിരിക്കുന്നു. മെയിൻ ഡോർ തുറന്ന് വരുമ്പോൾ ലിവിങ് ഏരിയയാണ്. ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ. ഇവിടെ ഒരു 4 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയ ഫ്രഞ്ച് വിൻഡോ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ടത് കൊടുത്തിരിക്കുന്നു. ജനലുകൾക്ക് ചുറ്റും ബീഡിങ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റ് വരുന്നത് ഇവിടെയാണ്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ്. സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള വില്ലയാണിത്. മൂവബിൾ ഫർണിച്ചേഴ്സ് മാത്രമാണ് നമുക്കിനി ഇവിടെ ആവശ്യമുള്ളത്. ഇവിടെ ക്യൂരിയോസ് എല്ലാം വയ്ക്കാവുന്ന ഒരു ഏരിയ നൽകിയിട്ടുണ്ട്. ലൂവേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ സെൻറ്റർ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെയാണ് TVക്കുള്ള പോർഷൻ നൽകിയിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. താഴെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് വെട്രിഫൈഡ് ടൈലാണ്. നല്ല മനോഹരമായിട്ടുള്ള വെട്രിഫൈഡ് ടൈല് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് നല്ല മോഡേൺ ഡിസൈൻ ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ലൂവേഴ്സ് പാറ്റേൺ ആണ് അവിടെ വരുന്നത്. ഇവിടെയും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസിലേക്ക് നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന വഴിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ CNC മെഷീൻ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് കാണാം. ഈ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ലൂവേഴ്സിൻ്റെ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. വാനിറ്റി കൗണ്ടർ താഴെ വരുന്നു. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. സെറയുടെ ഒരു വാഷ് ബേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഡൈനിങ് ഏരിയ ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ജനൽ 3 പാളികളുള്ളത് കൊടുത്തിട്ടുണ്ട്. സിമൻറ്റ് ടെക്സ്ചർ വർക്കാണ് ഈ ഭാഗത്ത് വരുന്നത്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് കാണാം. അവിടെ ഒരു LED ഷാൻലിയറും കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഭാഗം ചെയ്ത് എടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അവിടെയാണ് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഈ ഡൈനിങ് സ്പേസിലും ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയും ലൂവേഴ്സ് പാറ്റേൺ തന്നെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെ നമുക്കൊരു ക്യൂരിയോ ഷെൽഫ് കൊടുത്തിരിക്കുന്നു. ആർക്കി ഡ്രൈവ് വരുന്നുണ്ട്.
സെയിം ടൈപ്പ് ടൈല് തന്നെയാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട്. ഓവർഹെഡ് കബോർഡുകളും ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കിച്ചൺ വിൻഡോ കൊടുത്തിരിക്കുന്നത്. ടൈലുകളെല്ലാം നല്ല വൈറ്റ് കളറുള്ള മനോഹരമായിട്ടുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അവിടുത്തെ ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കവർ ചെയ്ത ഏരിയയാണ്. പോളികാർബണേറ്റ് ഷീറ്റും സ്ക്വയർ ട്യൂബ് ഒക്കെ ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ടേബിൾ ടോപ്പായി ഇവിടെ ഗ്രാനൈറ്റ്, ഇവിടെ ഒരു സിങ്കും വരുന്നുണ്ട്. കൂടാതെ ഈ വീടിന് 3 ഫേസ് കണക്ഷനാണ് വരുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെ ഓരോ പാളികളുള്ള 2 ജനലും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. വാം LED ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ് എല്ലാ ബെഡ്റൂമിനും എന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇവിടെ ഷവർ വരുന്നത്. അവസാന ഭാഗത്ത് ക്ലോസറ്റും ചെയ്തിട്ടുണ്ട്. ഒരേ ടൈപ്പ് ടൈല് തന്നെയാണ് ഇവിടെ ഫുൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വെന്റിലേഷൻ വേണ്ടി വിൻഡോ കാണാം. അപ്പോൾ ഇനി പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഇത് കുറച്ച് ചെറിയ ബെഡ്റൂമാണ്. കുറച്ചുകൂടി വലിയ ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് വരുന്നത്. മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ ഫോൾ സീലിംഗ് കാണാം. സ്ക്വയർ ടൈപ്പ് ഡിസൈനാണ് അവിടെ വരുന്നത്. ഇവിടെ വലിയ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. 3 പാളികളിലെ തുറക്കാവുന്ന രീതിയിൽ താഴെ 2 സ്റ്റോറേജ് സ്പേസ്, ഇവിടെ ഡ്രസ്സിങ് ഏരിയ, മുകളിൽ ചെറിയ ക്യൂരിയോ ഷെൽഫ്, അങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം വലിയ വാർഡ്രോബ് തന്നെ ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. ബാത്റൂമും വലുത് തന്നെയാണ്. നീളത്തിലുള്ള വലിയ ബാത്റൂം. ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവസാന ഭാഗത്ത് ക്ലോസറ്റാണ് വരുന്നത്. സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കയറി വരുമ്പോൾ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു മിററും വരുന്നുണ്ട്. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകണം. സ്റ്റെപ്പ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഗ്രാനൈറ്റാണ് സ്റ്റെപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റേസർ ടൈലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫുഡ് ലാമ്പുകൾ കാണാം. അതുപോലെ തന്നെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ഡിസൈനിലാണ് ഈ ഹാൻഡ് റെയിൽ ഒരുക്കിയിരിക്കുന്നത്. മുകൾ ഭാഗത്ത് വുഡ് കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ അപ്പർ ലിവിങ് സ്പേസാണ്. നമ്മൾ ഏറ്റവും അട്രാക്ട് ചെയ്യുന്നത് ഈ കാണുന്ന ഷാൻഡിയർ തന്നെയാണ്. ഇവിടെയും നമുക്കൊരു എൽ ഷേപ്പിലുള്ള വാരപ്പറ്റ് കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെ നല്ലൊരു ലൈറ്റ്. താഴേക്ക് നോക്കുമ്പോൾ ആ ഡൈനിങ് സ്പേസാണ്. അപ്പർ ലിവിങ് സ്പേസിലാണ് നമ്മളിവിടെ ഉള്ളത്. ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും ഒരു ഷാൻഡിയർ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ചെറിയൊരു ഓഫീസ് സ്പേസ് പോലെയുള്ള സംഭവം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 4 പാളി ജനൽ, ഇവിടെ ഒരു 3 പാളി ജനലും വരുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ അപ്പർ ലിവിങ് സ്പേസ്, 2 ബെഡ്റൂമുകൾ, ഒരു യൂട്ടിലിറ്റി ഏരിയ, ബാൽക്കണി എന്നിവയാണ് വരുന്നത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളും സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇതൊരു 3 പാളി ജനലും കോർണറുകൾ വരുന്നുണ്ട്. ഇവിടെ ഓരോ പാളികളുള്ള 2 ജനലുകളും വരുന്നു. വാർഡ്രോബ് വരുന്നത് ഈ ഭിത്തിയിലാണ്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ്. എല്ലാ ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് നമുക്ക് ഡ്രസ്സിങ് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഒരു മിറർ കൊടുത്തിരിക്കുന്നു. ചെറിയ ഷെൽഫുകളെല്ലാമായിട്ട് കൊള്ളാവുന്ന ഒരു ഡ്രസ്സിങ് ഏരിയ. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ വിശേഷങ്ങൾ സെയിം തന്നെയാണ്. കൂടുതലൊന്നും പറയാനില്ല. വാൾ ടൈലുകളെല്ലാം ഗ്ലോസി ആയിട്ടുള്ളതാണ് നൽകിയിരിക്കുന്നത്. ഇനി 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. 4 ബെഡ്റൂമുകൾ ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. ഒരു ബെഡ്റൂം മാത്രമാണ് ഈ വീടിന് അല്പം ചെറുതുള്ളത്. ബാക്കി 3 ബെഡ്റൂമുകളും വലിയ ബെഡ്റൂമുകളാണ്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വരുന്നുണ്ട്. ഇവിടെ ഓരോ പാളികളിലുള്ള ജനലിൻ്റെ ഡിസൈനാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഒരു ഡോറ് തുറന്നാൽ നമുക്ക് ബാൽക്കണിയിലേക്ക് വരാം. ഒരു ബാൽക്കണി. ഇവിടെ നല്ല പാടി ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ വീടിനകത്തേക്ക് വരും.
ഈ ഭാഗത്ത് പാരപ്പറ്റ് ഒരുക്കിയിരിക്കുന്നത് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയാണ് ഈ ബെഡ്റൂമിൻ്റെ വിശേഷം. ഇനി യൂട്ടിലിറ്റി സ്പേസ് ആണ്, അതിവിടെയാണ് വരുന്നത്. യൂട്ടിലിറ്റി സ്പേസിൻ്റെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന മാറ്റ് ഫിനിഷുള്ള ടൈലാണ്. ഇവിടെ പോളികാർബണേറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഡ്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഓപ്ഷൻ വരുന്നത് ഇവിടെയാണ്. അതിൻ്റെ ടാപ്പും പോയിൻറ്റും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ടുള്ള ഗോവണി ഇവിടെ നിന്നും കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഹാൻഡ് റെയിലെല്ലാം വിമസിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗം കവർ ചെയ്ത് എടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് വെള്ളമൊന്നും ഈ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരില്ല, മഴവെള്ളമൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇനി ബാൽക്കണി കൂടി കാണാനുണ്ട്. ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത്. പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്, വെർട്ടിക്കൽ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിലിണ്ടറിക്കൽ LED ലൈറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. 4 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് കുഴുവേലിപ്പടിയിലാണ്. KME എഞ്ചിനീയറിംഗ് കോളേജിന് തൊട്ടടുത്തായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 150 മീറ്റർ മാത്രമാണ് പൂക്കാട്ടുപടി കാക്കനാട് ബസ് റൂട്ടിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഉള്ളത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. KWA വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കിണർ വെള്ളവും അവൈലബിൾ ആണ്. ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം വെറും 6 കിലോമീറ്റർ മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് ഏകദേശം ഒരു 4 കിലോമീറ്ററാണ് ദൂരം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വരുന്ന ഈ വീടിൻ്റെ വില 85 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.